അതെ, നിങ്ങളെ ഒരാൾ ഗോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് വളരെ അടുപ്പത്തിലായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ഒരു കാരണവും പറയാതെ അവസാനിപ്പിച്ച് നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാവുക, നിങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കാതിരിക്കുക. ഈ വിധത്തിൽ നിങ്ങളെ അവരുടെ എല്ലാ സോഷ്യൽ മീഡിയാസിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക. എന്നിട്ട് ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം, ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം ഒരു ചെറിയ മെസ്സേജുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരിക. സുഖമാണോ, ഗുഡ് മോർണിംഗ്, ഭക്ഷണം കഴിച്ചോ, എവിടെയാണ് എന്ന് തുടങ്ങിയ മെസ്സേജുകളുമായിട്ട്. ഇതിനെ വെറും ഒരു അബദ്ധമായിട്ട് കാണരുത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്ലാനിംഗ് ആണ്. ഇതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി പറയുന്ന 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് മാഞ്ഞു പോകും. ഇതിനെ ഗോസ്റ്റിംഗ് എന്ന് പറയും. 2, നിങ്ങളോട് സംസാരിക്കില്ല, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യില്ല, നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് മറുപടിയുമില്ല. പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസും നിങ്ങളുടെ പോസ്റ്റുകളുമെല്ലാം ഇവർ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ ഓർബിറ്റിംഗ് എന്ന് പറയും. 3, കുറച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം നിങ്ങൾ മാനസികമായിട്ട് ഒന്ന് സ്റ്റെബിലൈസ്ഡായി വരുന്ന സമയത്ത് വീണ്ടും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജായിട്ട്, അതല്ലെങ്കിൽ സുഖമാണോ എന്നുള്ള ഒരു അന്വേഷണമായിട്ട്, അല്ലെങ്കിൽ എവിടെയാണ് എന്നുള്ള ഒരു മെസ്സേജുമായിട്ട് അവർ വീണ്ടും ഒരു പ്രതീക്ഷ നിന്ന് മടങ്ങണം. ഇതിനെയാണ് ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയുന്നത്. ശരിക്കും എന്തിനാണ് ഇവർ ഈ വിധത്തിൽ ചെയ്യുന്നത്? അതിന് കാരണം വാസ്തവത്തിൽ അവർക്ക് നിങ്ങളെ വേണ്ട, എന്നാൽ നിങ്ങളെ വിട്ടുകളയാനും തയ്യാറല്ല. ഈ വിട്ടുകളയാൻ തയ്യാറല്ലാത്തത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അവരുടെ തന്നെ ഈഗോയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട മറുപടി കേവലം മൗനമല്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അവരെ ഒഴിവാക്കി കളയുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ ഡിജിറ്റൽ സ്പേസുകളിൽ നിന്ന് പോലും പൂർണ്ണമായും അവരെ നീക്കം ചെയ്ത് കളഞ്ഞേക്കുക. നിങ്ങൾ ഇപ്പോൾ ഗോസ്റ്റിങ്ങിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങളെ ഗോസ്റ്റ് ചെയ്യുന്ന ആ ആൾക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു എന്ന് അവർക്ക് ബോധ്യമാകുമ്പോൾ അവർ ആ പണി അവിടെ ഉപേക്ഷിക്കും, നിങ്ങളെ രക്ഷപ്പെടുകയും ചെയ്യും. ഇനി അഥവാ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഗോസ്റ്റിങ്ങിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ സുഹൃത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം അതിലൂടെ ആ സുഹൃത്ത് ഒന്ന് രക്ഷപ്പെടട്ടെ. ഈ വിധത്തിലുള്ള സൈക്കോളജിക്കൽ ട്രിക്കുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഫോളോ ചെയ്ത് എന്നോളൂ. നിങ്ങളോടൊപ്പം സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.